Next section of Module 6, Weapons Development. If you take any country, most of its technological activity will be related to defense. അതായത് ഒരു രാജ്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡിഫെൻസ് എന്ന് അല്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണത് ഉപയോഗിക്കുന്നത്? മിലിറ്ററി സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതിനകത്ത് വരുന്നത് നമ്മുടെ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചുമ്മാ നമുക്ക് പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അവിടെയും നമുക്ക് ആസ് എൻജിനീയേഴ്സ് വി ഹാവ് എ മേജർ റോൾ ടു പ്ലേ ഇൻ വെപ്പൺസ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ടു മിലിറ്ററി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് ഓരോ ആൾക്കാരും മിലിറ്ററി സർവീസസ് ചൂസ് ചെയ്യുന്നതിന് പല കാരണങ്ങളാണുള്ളത്. സം മേ ചൂസ് ഇറ്റ് ഡ്യൂ ടു പേട്രിയോട്ടിസം, അല്ലെങ്കിൽ ചിലവർക്ക് അതൊരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ അതിൻ്റെ പെൻഷൻസ്, അങ്ങനെ പല ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം. പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് പീപ്പിൾ ആർ വില്ലിങ് ടു ജോയിൻ മിലിറ്ററി സർവീസസ് ആൻഡ് സം ആർ നോട്ട് വില്ലിങ് ടു ജോയിൻ ദീസ് സർവീസസ് ബിക്കോസ് ദേ ഫീൽ ഇറ്റ്സ് അൺഎത്തിക്കൽ ടു കിൽ ഹ്യൂമൻ ബീങ്സ് no matter whatever the reason is. Now, what are the role of engineers in defense industry? എൻജിനീയേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ ഇന്നൊവേറ്റീവായിട്ട് പുതിയ വെപ്പൺസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻജിനീയേഴ്സിൻ്റെ മെയിൻ ജോലി. ഓക്കെ, ഇനി വൈ ഡു ദേ ഗോ ആൻഡ് പ്രിഫർ മിലിറ്ററി ജോബ്സ്? നല്ല ഹൈ സാലറി ആയിരിക്കും. മിലിറ്ററിയിലുള്ള എൻജിനീയേഴ്സിനെല്ലാം ഹൈ പേയ്മെൻ്റ് ആണ്. ആൻഡ് സം മൈറ്റ് ഫീൽ ഓണേർഡ്. നമ്മൾ ഇതിൻ്റെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡിഫെൻസ് ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പോകുന്നവരുണ്ട്. പിന്നെ സം മൈറ്റ് ഫീൽ ദാറ്റ് ദേ ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് ടെററിസം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പിന്നെ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോകുന്ന വഴി എനിമി, ഇപ്പം നമ്മൾ ചെയ്യുന്ന കണക്ക് മറ്റ് രാജ്യങ്ങളും പിന്നെ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിമി വെപ്പൺസിനെ നിന്ന് നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിന് പറ്റണം. ഓക്കെ, now engineers can participate effectively in arms control negotiations for surrender or peace. അതിൻ്റെ എക്സാമ്പിൾസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിഫെൻസ് ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓവർ റൺസ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ചെറിയ ഒരു ബോംബ് എടുക്കുക. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അവർ കടിച്ചു പൊട്ടിച്ചിട്ട് എറിയുന്നത്. അപ്പോൾ എറിയുമ്പോൾ നമ്മൾ ഇത്ര ആൾക്കാരെ കൊല്ലാൻ എന്നുള്ള ടാർഗറ്റിൽ ഇത്ര ഏരിയയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയുന്നത്. പക്ഷേ ആ ഏരിയയിൽ ആൾക്കാരുണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് വരുന്നത് തന്നെ വേസ്റ്റേജ് ഓഫ് ദീസ് വെപ്പൺസ്. അന്നേരം അതിനകത്ത് വരുന്ന കോസ്റ്റ്, കൂടുതൽ കോസ്റ്റ്, അതൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നം. സീക്രസി, എന്തെങ്കിലും ഒരു ഈ നമ്മൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് മിലിറ്ററിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ വെപ്പൺസിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങളോ വല്ല ലീക്കായി കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകും. പിന്നെ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തതെല്ലാം വെറുതെയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫണ്ട് ഒരു കൺട്രിയിലത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഡിഫെൻസ് ഇൻഡസ്ട്രിയിലായിരിക്കും. അതൊക്കെയാണ് വെപ്പൺസ് ഡെവലപ്മെൻറ്റിൻ്റെ ഇതിൽ വരുന്നത്. Now let's see engineers as managers. We have seen many of us like engineering graduation കഴിഞ്ഞവർ പലരും മാനേജറിയൽ പോസ്റ്റ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അഗൈൻ ഇറ്റ് വേരീസ്. പറഞ്ഞ കണക്ക് സം മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ് ആൻഡ് ഗോയിങ് ഫോർ direct core companies, but some of these engineers might want authority. എന്ന് പറഞ്ഞാൽ നമുക്ക് അതോറിറ്റി വേണം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവർ മൈറ്റ് പ്രിഫർ ഗോയിങ് ടു മാനേജറിയൽ ജോബ്സ്. ആൻഡ് ദീസ് കോർപ്പറേറ്റ്സ് ഓൾസോ ബിലീവ് ദാറ്റ് എൻജിനീയേഴ്സ് ആർ വെരി ഗുഡ് മാനേജേഴ്സ്. Managers are professionals who manage the activities that are performed in an organization. Engineers move into managerial roles because ഈ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് കൂടുതലാണ്. ദേ ഹാവ് അതോറിറ്റി ഓവർ പീപ്പിൾ. ആൻഡ് സം കോർപ്പറേറ്റ് കമ്പനീസ് ഫീൽ ദാറ്റ് ടു മാനേജ് എ കമ്പനി ഡീലിംഗ് വിത്ത് ടെക്നോളജിക്കൽ ഓർ ടെക്നിക്കൽ products, the managers need to have technical understanding to take control over the whole company. Okay, these are the reasons why engineers opt to be managers, or why companies
prefer engineers as managers. So what are the responsibilities of engineers as managers? They are charged for serving for narrow interest of corporation. അതായത് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പനീസ് പ്രോഫിറ്റ്. പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഹാം വരാത്ത രീതി എന്നുള്ളതൊക്കെ നോക്കേണ്ടത് എൻജിനീയറിങ് സൈഡിലുള്ള ആൾക്കാരാണ്. Okay, engineers' ethics involve responsibility to protect public safety, health, and welfare of public, in addition to responsibility to stakeholders. As a manager, engineers remain professionals whose primary responsibility is to provide useful products and services while ensuring that they are safe and profitable. നമ്മൾ ഡയറക്റ്റ്ലി ആൻസറബിൾ അല്ലെങ്കിലും മാനേജേഴ്സ് എന്ന് പറയുന്നത് എൻജിനീയേഴ്സ് മാനേജേഴ്സായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റും നോക്കണം, അതേപോലെ തന്നെ വലിയ തോതിൽ ആൾക്കാരെ ഹാം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കരുത്, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്തൊരു ഡിസൈൻ ചെയ്യാൻ. There are 2 important responsibilities of engineer managers: promoting an ethical climate and resolving conflicts. അതായത് ഒരു കമ്പനിയുടെ ഹെഡായിട്ട് നിൽക്കുമ്പം ആൾക്കാർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സ് നമ്മൾ ഒഴിവാക്കാൻ മിടുക്കനായിരിക്കണം. അതുപോലെ തന്നെ ഒരു എത്തിക്കലായിട്ടുള്ളൊരു ക്ലൈമറ്റ്, ഒരു അൺഎത്തിക്കൽ ആക്ട്, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ അറ്റ് എനി കോസ്റ്റ് പ്രോഫിറ്റ് മാത്രം മതി, അല്ലെങ്കിൽ ഇന്ന ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യുവർ സബോർഡിനേറ്റ്സ് മൈറ്റ് ഓപ്റ്റ് ഫോർ എൻ അൺഎത്തിക്കൽ വേ. അതുകൊണ്ട് വി ഷുഡ് ഗിവ് ദം ടൈം ആൻഡ് വി ഷുഡ് ഗിവ് ദം ദ ഫ്രീഡം ടു ചൂസ് തിങ്സ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു എത്തിക്കൽ ക്ലൈമറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യും. Now, consulting engineers. Consultants are persons who give expert advice. ഇപ്പോൾ ഈ കൺസൾട്ടിങ് എൻജിനീയേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്, വെപ്പൺസ് ഡെവലപ്മെൻറ്റിൽ പോവാം, അതുപോലെ തന്നെ അടുത്ത നമ്മൾ പറഞ്ഞ എന്തായിരുന്നു മാനേജറിയൽ റോൾസിൽ പോവാം. ദെൻ വി ഹാവ് കൺസൾട്ടിങ് എൻജിനീയേഴ്സ്. അവരെന്ന് പറയുന്നത് എക്സ്പെർട്ട് അഡ്വൈസ് ഓരോ ഫീൽഡിലും കൊടുക്കുന്നതിനെയാണ്. നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഈ 5 ഏരിയാസിലാണ്: അഡ്വർടൈസിങ്, കോമ്പറ്റേറ്റീവ് ബിഡിങ്, കണ്ടിൻജൻസി ഫീസ്, സേഫ്റ്റി ആൻഡ് ക്ലയൻറ്റ് നീഡ്സ്, പ്രൊവിഷൻസ് ഫോർ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ്. അഡ്വർടൈസിങ്ങിൽ കൺസൾട്ടിങ് എൻജിനീയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, നമ്മൾ എന്നിട്ട് അത് അഡ്വർടൈസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കൊന്നെങ്കിൽ സത്യങ്ങൾ മുഴുവൻ പറയാതിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പല രീതിയിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്നതിനകത്ത് നമുക്കൊരു എക്സ്പേർട്ട് അഡ്വൈസ് വേണ്ടി വരും. കാരണം ഇത് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദേ മൈറ്റ് മൂവ് ലീഗലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ടും അല്ലാത്ത രീതിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമുക്കൊരു കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, അഡ്വൈസ് വേണ്ടി വരും. അതാണ് കൺസൾട്ടൻ്റ് എൻജിനീയർ അഡ്വൈസിങ്ങിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസെപ്റ്റീവ് അഡ്വർടൈസിങ് ഹാപ്പൻസ് വെൻ പ്രോഡക്ട്സ് ഓർ സർവീസസ് ആർ മെയ്ഡ് ടു ലുക്ക് ബെറ്റർ ദാൻ ദേ ആക്ച്വലി ആർ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ല, ഈ ഓൺലൈൻ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ നേരം നമ്മൾ മൊബൈലിൽ നോക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കുമ്പം നല്ലൊരു ഇതായിരിക്കും, നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ബട്ട് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച സംഭവം ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡിസെപ്റ്റീവ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇനി അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺലി ടെല്ലിങ് ലൈസ്. ചിലവരെന്ന് പറഞ്ഞാൽ കണ്ണും അടച്ച് പച്ച കള്ളത്തരം വിളിച്ച് പറയും പരസ്യത്തിനകത്ത്, അല്ലെങ്കിൽ പകുതി സത്യം പറയുക, പകുതി സത്യം മാത്രം പറയുക, ബാക്കി പകുതി നമ്മൾ മിണ്ടാതിരിക്കുക, അത് പിന്നെ ഓക്കെയാണ്. ഇനി മേക്കിംഗ് റോങ് റെഫറൻസസ്, എക്സാജറേഷൻ, കൺഫ്യൂസിങ് പീപ്പിൾ, ഇതെല്ലാം ഡിസെപ്റ്റീവ് അഡ്വർടൈസിങ്ങിനകത്ത് വരുന്നതാണ്. കോമ്പറ്റേറ്റീവ് ബിഡിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഓഫറിങ് ഓഫ് പ്രൈസസ് അറ്റ് ആൻ ഓപ്ഷൻ. ഓക്കെ, അതിനകത്ത് നമ്മളൊരിക്കലും ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ബിഡിങ് നടത്താൻ പാടില്ല. അത് നോക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന കൺസൾട്ടിങ് എൻജിനീയേഴ്സിനെയാണ് കോമ്പറ്റേറ്റീവ് ബിഡിങ് ഫീൽഡിലുള്ള കൺസൾട്ടിങ് എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് കണ്ടിൻജൻസി ഫീസ്. അതായത് നമ്മൾ ഈ കൺസൾട്ടൻറ്റിന് കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ. അത് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ ഫിക്സ് ചെയ്യണം. അത് ഫെയർ ആയിട്ടുള്ള രീതിയായിരിക്കണം. ഒന്നുകിൽ നമുക്കൊരു ആദ്യമേ എഗ്രീഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം സേവിങ്സ് ക്ലയൻറ്റിന് കിട്ടുന്നോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഇനി സേഫ്റ്റി ആൻഡ് ക്ലയൻറ്റ് നീഡ്സ്. കൺസൾട്ടിങ് എൻജിനീയർ ഹാസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ടുവേർഡ്സ് സേഫ്റ്റി. അതായത് ഇപ്പം നമ്മുടെ ക്ലയൻസ് വന്ന് ഇന്ന പ്രോഡക്റ്റാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മളത് സേഫ്, അതൊരു എത്തിക്കൽ രീതിയാണ്, എത്തിക്സ് നോക്കി ചെയ്യണം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഇവർ എന്തെങ്കിലും കാശ് തന്നിട്ട് നിങ്ങളിത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പരസ്യം ചെയ്യാം, അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വിൽക്കുക, അങ്ങനത്തെ ഉള്ള രീതിയിൽ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്തിക്കലായിട്ട് ആലോചിച്ച് സേഫ് ആണോ എന്ന് നോക്കി, അതേസമയം ക്ലയൻസിൻ്റെ നീഡ്സിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് വേണം ഈ കാര്യം ചെയ്യാൻ. പ്രൊവിഷൻ ഫോർ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ നേരം ചിലപ്പോൾ നമുക്ക് കുറേ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പല ലെവലിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ തമ്മിൽ ഈ ജോലി നിങ്ങൾ ചെയ്യേണ്ടതാണ്, ആ ജോലി ഞാൻ ചെയ്യാം, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള ഇതുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ആസ് എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ആസ് മാനേജേഴ്സ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ തന്നെ ഈ പ്രൊവിഷൻസ് വെക്കണം. ഇന്ന ജോലീസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ റോൾസ് ഇൻ ജോബ് റോൾസ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പം അങ്ങനെ കോൺട്രാക്റ്റിൽ തന്നെ അങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ച് കഴിയുമ്പം ആൾക്കാർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറയും.